നമസ്കാരം, മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇൻ ദ കോണ്ടസ്റ്റ് ഓഫ് ഐസ്ക്രീം പ്രൊഡക്ഷൻ വാട്ട് ഈസ് ഓവർ റൺ? ഓവർ റൺ എന്നുള്ളത് നമ്മളുടെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യ പേപ്പറുകളിലെല്ലാം കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓവർ റൺ. അപ്പൊ ഓവർ റൺ എന്ന് പറയുമ്പോഴേ നമ്മൾ ഓർത്തിരിക്കുക ഐസ്ക്രീമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ എന്താണ് ഓവർ റൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ദ വോളിയം ഓഫ് മിൽക്ക് ഫാറ്റ് ആഡഡ്. ഓപ്ഷൻ ബി, ദ ഇൻക്രീസ് ഇൻ ദ വോളിയം ഡ്യൂ ടു ദ എയർ ഇൻകോർപ്പറേഷൻ. ഓപ്ഷൻ സി, ദ പെർസെൻറ്റേജ് ഓഫ് മോയ്സ്ചർ ലോസ്. ആൻഡ് ഓപ്ഷൻ ഡി, ദ ടെമ്പറേച്ചർ ഡ്രോപ്പ് ഡ്യൂറിങ് ഹാർഡനിങ്. അപ്പോൾ ഐസ്ക്രീം എന്ന് പറയുന്നത് ഹാർഡായിട്ടുള്ളൊരു വസ്തുവാണോ? അല്ല. ഒന്ന് മെൽറ്റ് ആവുന്ന വളരെ വളരെ മൗത്ത് ടെംപ്റ്റിംഗ് ആയിട്ടുള്ള, പെട്ടെന്ന് അലിയുന്ന ഒരു വസ്തുവാണ് അല്ലേ. അപ്പൊ ഇതിനകത്ത് ഐസ്ക്രീം ഉണ്ടാക്കുന്നത് നമുക്ക് പാലും മറ്റ് മറ്റ് സാധനങ്ങൾ, മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ്. അപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഐസ്ക്രീമിന്റെ ആ ഒരു മിക്സിലേക്ക് നമ്മൾ എയറിനെ നമ്മൾ എന്ത് ചെയ്യും, ബ്ലോ ചെയ്ത് വിടും. എയറിനെ അതിനുള്ളിലേക്ക് കടത്തിവിടും. അങ്ങനെ കടത്തിവിടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഐസ്ക്രീം മിക്സിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പൊ അത് കുറച്ചും കൂടെ നല്ല രീതിക്ക് ഒരു ഐസ്ക്രീമിന്റെ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അതിലേക്ക് വരാൻ സഹായിക്കുന്നത് ഈ ഒരു എയർ ബ്ലോ ചെയ്ത് വിടുന്നതാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓവർ റൺ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഇനി നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് നോക്കും. സോ the correct answer is the increase in the volume due to air incorporation. അപ്പൊ ഐസ്ക്രീം മിക്സിലേക്ക് എയർ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് വഴി അതിന്റെ ടോട്ടൽ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓവർ റൺ എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ നമ്മളുടെ ഡയറി സയൻസ് അല്ലെങ്കിൽ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമുകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. സോ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക, ഓവർ റൺ ഈസ് റിലേറ്റഡ് ടു ഐസ്ക്രീം. ദാറ്റ് ഈസ് സിംപ്ലി ഇൻകോർപ്പറേറ്റിംഗ് എയർ ഇൻ ടു ദ വോളിയം ഇൻ ടു ദ ഐസ്ക്രീം മിക്സ് ടു ഇൻക്രീസ് ഇറ്റ്സ് വോളിയം. അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഐസ്ക്രീം മിക്സിലേക്ക് എയറിനെ ബ്ലോ ചെയ്ത് വിടുക അല്ലെങ്കിൽ എയറിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓവർ റൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ ഓവർ റൺ എന്താന്ന് ഒന്നും കൂടെ നോക്കുവാണ്. ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ഇൻ ഐസ്ക്രീം മാനുഫാക്ചറിംഗ് ദാറ്റ് റെഫേഴ്സ് ടു ദ ഇൻക്രീസ് ഇൻ ദ വോളിയം ഓഫ് ഐസ്ക്രീം മിക്സ് കോസ്ഡ് ബൈ ദ ഇൻകോർപ്പറേഷൻ ഓഫ് എയർ ഡ്യൂറിംഗ് ദ ഫ്രീസിംഗ് ആൻഡ് വിപ്പിംഗ് പ്രോസസ്. അപ്പൊ ഫ്രീസിംഗ് ആൻഡ് വിപ്പിംഗ് പ്രോസസ്സിന്റെ സമയത്ത് നമ്മൾ ആ ഒരു ഐസ്ക്രീം മിക്സിന്റെ വോളിയത്തിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിലേക്ക് എയറിനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് വിടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓവർ റൺ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് വാല്യൂ ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ. And it is calculated by comparing the volume of the final ice cream to the volume of the ഒറിജിനൽ ലിക്വിഡ് മിക്സ്. അപ്പൊ ആദ്യം നമ്മൾ പാലും മറ്റ് ഇൻഗ്രീഡിയൻസും ചേർന്ന് ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു മിക്സും നമ്മൾ എയർ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വോളിയത്തിൽ വ്യത്യാസം വന്നൊരു മിക്സും ഉണ്ടല്ലോ, ഫൈനൽ മിക്സും, ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു പെർസെൻറ്റേജിനെയാണ് നമ്മൾ ഓവർ റൺ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എന്താണ് ഈ ഓവർ റൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഡിറ്റർമൈൻസ് ദ ടെക്സ്ചർ, ബോഡി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ഫൈനൽ പ്രോഡക്റ്റ്. അപ്പം മിൽക്ക് ഒരു പ്രോഡക്റ്റ് ആണ് ഐസ്ക്രീം അല്ലെ. അപ്പൊ അതിനെ ആ ഒരു മിക്സ് മാത്രമായിട്ട് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് എക്കണോമിക്കലി ബെനിഫിഷ്യൽ അല്ല. എയർ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും, കുറച്ച് വിഷ്വലി നല്ലതാണ്. അതുപോലെ തന്നെ അതിന്റെ ടെക്സ്ചർ മാറും, അതിന്റെ ബോഡി മാറും, കൂടുതൽ നമുക്കത് എക്കണോമിക്കലായിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് വിൽക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് ഓവർ റണ്ണിന്. അപ്പം ഒന്നുമില്ല, എയർ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ വോളിയത്തിനെ ഇൻക്രീസ് ചെയ്യുക. സോ ഓവർ റൺ ഈസ് കാൽക്കുലേറ്റഡ് ആസ് ദ വോളിയം ഓഫ് ഐസ്ക്രീം മൈനസ് വോളിയം ഓഫ് മിക്സ് ബൈ വോളിയം ഓഫ് മിക്സ് ഇൻറ്റു 100. അപ്പൊ ഇതാണ് ഇക്വേഷൻ. ഇറ്റ്സ് എ വോളിയം ഓഫ് ഐസ്ക്രീം മൈനസ് വോളിയം ഓഫ് മിക്സ് ബൈ വോളിയം ഓഫ് മിക്സ് ഇൻറ്റു 100. അപ്പൊ ഓവർ റൺ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ക്ലിയർ ആയിട്ട് മനസ്സിലുണ്ടായിരിക്കണം, കാരണം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്തത് നോക്കിക്കേ. ഇൻ ഗീ മേക്കിംഗ് ദ പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ മെത്തേഡ് ഈസ് യൂസ്ഡ് ടു. അപ്പോ നമ്മൾ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ ഹോമോജിനൈസ് ചെയ്യുന്നു, പാസ്ചറൈസ് ചെയ്യുന്നു, ക്ലാരിഫൈ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പ്രൊസീജിയർ ഇങ്ങനെ ഓരോരോ സൈഡിൽ ഇങ്ങനെ നമ്മൾ ചാർട്ടായിട്ട് പഠിച്ചു അല്ലേ. പക്ഷെ അതിൽ നിന്നൊന്നും ആയിരിക്കില്ല ക്വസ്റ്റ്യൻ വരുന്നത്. കാരണം നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ടെമ്പറേച്ചറിന് ചെറിയ വ്യത്യാസമുണ്ട് പാസ്ചറൈസേഷൻ്റെ, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പം പക്ഷേ
അങ്ങനെയൊന്നും ആയിരിക്കില്ല ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിനകത്ത് നമ്മൾ പുതിയ കുറച്ച് വേർഡുകൾ പഠിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഓവർ റൺ, അല്ലെങ്കിൽ പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ, അല്ലെങ്കിൽ എന്താണ്, അങ്ങനെ നമ്മൾ പുതിയ ടേംസ് പഠിക്കുമല്ലോ. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോസസ്സ്, ഇപ്പൊ ഏജിങ്, അങ്ങനത്തെ ഒക്കെ കുറച്ച് പുതിയ ടേംസ് പഠിക്കും. അപ്പം അങ്ങനത്തെ അസെപ്റ്റിക് പാക്കേജിങ്, ഇങ്ങനെ കുറച്ച് ടേമുകൾ പഠിക്കും. അതിന്റെ അർത്ഥം എന്താണെന്നും അതെന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു പോവുക. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ മെത്തേഡ് എന്തിനു വേണ്ടിയാണ് ഗീ മേക്കിങ്ങിൽ ഉപയോഗിക്കുന്നതെന്നാണ്. ഓപ്ഷൻ എ ഇൻക്രീസ് ഗീ yield, ഓപ്ഷൻ ബി remove moisture from butter, ഓപ്ഷൻ സി to separate the fat from the other components, and ഓപ്ഷൻ ഡി to increase the flavor profile. അപ്പോൾ ഗീ മേക്കിങ്ങില് അതിന്റെ yield ഇൻക്രീസ് ചെയ്യാനാണോ, അതിലെ മോയ്സ്ചർ റിമൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണോ, അതോ ഫാറ്റിനെ മറ്റ് കമ്പോണൻസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അതോ അതിന്റെ ഫ്ലേവർ പ്രൊഫൈൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ വരുന്നത് ടു സെപ്പറേറ്റ് ദ ഫാറ്റ് ഫ്രം അതർ കമ്പോണൻസ്. അതായത് ഗീ മേക്കിങ്ങിൽ ഫാറ്റിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുക മറ്റ് കമ്പോണൻസിൽ നിന്ന്, അതിനുവേണ്ടി ചെയ്യുന്ന ഒരു മെത്തേഡാണ് പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ. പക്ഷേ ഈ ഓപ്ഷൻ ബി ഒന്ന് നോക്കിയേ, ടു റിമൂവ് മോയ്സ്ചർ ഫ്രം ബട്ടർ. അപ്പോ ബട്ടറിൽ നിന്ന് മോയ്സ്ചർ കണ്ടന്റിനെ റിമൂവ് ചെയ്യുക എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. പക്ഷേ നമുക്ക് പൂർണ്ണമായും അത് പറയാൻ സാധിക്കില്ല. കാരണം മോയ്സ്ചർ മാത്രമല്ല, മറ്റ് കേർഡ് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ അതിനകത്തുള്ള ലാക്ടോസ്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മോയ്സ്ചർ എന്ന് മാത്രം പറയാൻ സാധിക്കില്ല. കറക്റ്റ് ആൻസർ വരുന്നത് അതർ കമ്പോണൻസ് എന്ന് ഓർത്താൽ മതി. അതർ കമ്പോണൻസ് എന്ന് ഓർത്താൽ മതി. മറ്റ് കമ്പോണൻസിനെ റിമൂവ് ചെയ്തുകൊണ്ട് ഫാറ്റ് മാത്രമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റെപ്പായിട്ട് പ്രീ സ്ട്രാറ്റിഫിക്കേഷനെ കാണുക. പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ the pre-stratification method is a refinement of the creamery butter method that improves the energy efficiency and produces ghee with a low acidity and better shelf life. അപ്പോൾ ghee പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലോ അസിഡിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ ബെറ്റർ ഷെൽഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യാനും ഹൈ എനർജി എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടും ഒക്കെ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ. എന്തൊക്കെയാണ്? improve energy efficiency and to produce ghee with a low acidity, acidity കുറവുള്ള രീതിക്ക്, അതുപോലെ better shelf life, കൂടുതൽ നാൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ, അപ്പൊ എന്താണ് പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് നോക്കിയേ. The process begins the same way. Butter is melted and heated to about 80 to 85 degrees Celsius. But instead of proceeding directly to full clarification, the melted butter is left undisturbed in a pre-stratification tank for about 15 to 30 minutes. അപ്പൊ സാധാരണ പോലെ തന്നെ ബട്ടറിനെ മെൽറ്റ് ചെയ്യുന്നു. ഏകദേശം 80 മുതൽ 85 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് കൊടുത്തുകൊണ്ട് ബട്ടറിനെ മെൽറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഉടനെ അതിനെ ക്ലാരിഫൈ ചെയ്യാതെ എന്ത് ചെയ്യുന്നു? പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ മെത്തേഡിൽ കുറച്ച് സമയത്തേക്ക്, അതായത് ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ അതിനെ അനങ്ങാതെ ഒരു പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ ടാങ്കിലേക്ക് മാറ്റുന്നു. പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ ടാങ്കിലേക്ക്. അപ്പൊ ആദ്യം എന്താണ്? ബട്ടറിനെ നല്ല രീതിയിൽ കുരുക്കി മെൽറ്റ് ചെയ്തു, ഒരു 80 to 85 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് കൊടുത്തുകൊണ്ട്. അപ്പൊ എന്താണ്? അവിടെ ഉരുകിയപ്പോൾ കമ്പോണൻസ് ഒക്കെ ഒന്ന് സെപ്പറേറ്റഡ് ആയല്ലോ. എന്നിട്ട് ഉടനെ ക്ലാരിഫൈ ചെയ്യാതെ അതിലൊരു പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ ടാങ്കിൽ വെക്കുന്നു. 15 മുതൽ 30 മിനിറ്റ് വരെ വെക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡ്യൂറിംഗ് ദിസ് റെസ്റ്റിംഗ് പീരിയഡ് ദ ബട്ടർ നാച്ചുറലി സെപ്പറേറ്റ്സ് into 3 distinct layers based on their density differences. അപ്പൊ ഡെൻസിറ്റി ഡിഫറൻസിന്റെ അടിസ്ഥാനത്തിൽ ഇതിനകത്തുള്ള കമ്പോണൻസ് 3ആയിട്ട് വിഭജിക്കപ്പെടുന്നു, നാച്ചുറലി സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. ടോപ്പ് ലെയറിൽ എന്ത് വരുന്നു? ഡീനേച്ചേർഡ് കേർഡ് പാർട്ടിക്കിൾസ് വരുന്നു. മിഡിൽ ലെയറിൽ എന്ത് വരുന്നു? ക്ലിയർ ആയിട്ടുള്ള ഫാറ്റ് വരുന്നു. ബോട്ടം ലെയറിൽ എന്ത് വരുന്നു? ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ സെറം വരുന്നു. അതിനകത്ത് എന്താണുള്ളതെന്ന് നോക്കിയേ. ഹൈ പെർസെൻറ്റേജ് ഓഫ് മോയ്സ്ചറും അതുപോലെ സോളിഡ് നോൺ ഫാറ്റുകളും ഉണ്ട്. അതായത് ലാക്ടോസ്, മിനറൽസ്, ഇങ്ങനത്തെ സാധനങ്ങൾ, പ്രോട്ടീനിന്റെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ വരുന്നു. അപ്പോ അങ്ങനെ 3 ലെയർ ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതിന്റെ ഡെൻസിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ,
ദ ബോട്ടം സെറം ലെയർ അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് ലെയർ എന്നൊക്കെ പറയുന്നതിനകത്ത് ഭയങ്കര മോയ്സ്ചർ കണ്ടന്റ് ആയിരിക്കും. 74% മോയ്സ്ചർ കണ്ടന്റ് ആയിരിക്കും. ഇറ്റ്സ് ഒറിജിനലി പ്രസന്റ് ഇൻ ദ ബട്ടർ ആൻഡ് ഈസ് ഡ്രെയിൻഡ് ഔട്ട് ത്രൂ ദ ഔട്ട്ലെറ്റ് ഓഫ് ദ ബോട്ടം ഓഫ് ദ ടാങ്ക് വിത്തൗട്ട് ഡിസ്റ്റർബിംഗ് ദ അപ്പർ ലെയേഴ്സ്. അപ്പൊ ഏറ്റവും താഴത്തെ ലെയറിലായിരിക്കും പാലിനകത്ത് 87% വെള്ളമായിരുന്നു. അതിൽ നിന്നാണ് ഈ ബട്ടറും ഗീ ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പൊ ആ വെള്ളം അല്ലെങ്കിൽ ആ ഒരു മോയ്സ്ചർ കണ്ടന്റിനെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് അത് ബോട്ടം ലെയറിലാണ് ഈ മോയ്സ്ചർ കണ്ടന്റും മറ്റു കുറച്ച് SNFന്റെ സംഭവങ്ങളൊക്കെ കൂടെ വരുന്നത്. മുകളിലെ 2 ലെയറുകളെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഒരു താഴത്തെ ഭാഗത്തുള്ള ഒരു ഔട്ട്ലെറ്റ് വഴി നമ്മൾ ആ മോയ്സ്ചർ കണ്ടന്റ് നൈസായിട്ട് അങ്ങ് ഒഴിവാക്കും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ആ മോയ്സ്ചർ കണ്ടന്റിനെ ഒരു പരിധിവരെ നമ്മൾ ഒഴിവാക്കുന്നു. അതിനുശേഷം നോക്കിക്കേ, ദ റിമൈനിങ് ആയിട്ട് എന്തൊക്കെയുണ്ട്? മുകളിലെ ലെയർ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഫാറ്റ് ലെയറും ഉണ്ട്, മുകളിലെ കുറച്ച് കേർഡ് പാർട്ടിക്കിൾസ് ഒക്കെ കൂടെയുള്ള സംഭവം ഉണ്ട്. അപ്പൊ എന്താണ്? ദ റിമൈനിങ് ഫാറ്റ് ആൻഡ് ദ കേർഡ് മിക്സ്ചർ ഈസ് ദെൻ പംപ്ഡ് ടു എ ഗീ ബോയിലർ. എന്തിലേക്ക് മാറ്റുന്നു? ഒരു ഗീ ബോയിലറിലേക്ക് പമ്പ് ചെയ്യുന്നു. വേർ ഇറ്റ് ഈസ് ഹീറ്റഡ് ടു എ സ്റ്റാൻഡേർഡ് ഓഫ് 110 to 120 degrees സെൽഷ്യസിലേക്ക് ഹീറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? കുറച്ചും കൂടെ ഹീറ്റ് ചെല്ലുകയാണല്ലേ. അപ്പൊ അവിടെ ഗീ അല്ലേ. അപ്പൊ എന്താണ്? നറുനെയ്യുടെ ഗന്ധം എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ല ഫ്ലേവർ വരും. ഡെവലപ്പ് ഫ്ലേവർ ആൻഡ് റിമൂവ് ദ റിമൈനിങ് മോയ്സ്ചർ. മറ്റ് മോയ്സ്ചർ കണ്ടന്റും അതിനകത്തുള്ള കേർഡ് സംഭവങ്ങളും ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? ആ മിഡിൽ ലെയറിലുണ്ടായിരുന്ന ക്ലിയർ ഫാറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനർജി എഫിഷ്യൻസി. എന്തുകൊണ്ടാണ്? ബൈ റെഡ്യൂസിങ് ദ വോളിയം ഓഫ് ദ മെറ്റീരിയൽ ദാറ്റ് റിക്വയേഴ്സ് intense heating, this method significantly lowers the energy consumption during the ghee പ്രൊഡക്ഷൻ. അപ്പൊ പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ അനങ്ങാതെ വെക്കുമ്പോൾ ഇത് നാച്ചുറലി സെപ്പറേറ്റഡ് ആയിട്ടാണ് വരുന്നത് അല്ലേ. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യേണ്ടി വന്നേനെ? നമ്മൾ ഭയങ്കര ഹീറ്റ് കൊടുത്ത് ഈ മോയ്സ്ചർ കണ്ടന്റിനെ മുഴുവനും ഇവാപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതി വഴി കളയേണ്ടി വരും. ഈ പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ സ്റ്റെപ്പ് ഉള്ളത് കൊണ്ട് അത്രയും എനർജിയുടെ ആവശ്യം വന്നില്ല. നാച്ചുറലി സെപ്പറേറ്റഡ് ആയി നമ്മൾ എന്നിട്ട് ആ മോയ്സ്ചർ കണ്ടന്റിനെ അങ്ങ് റിമൂവ് ചെയ്ത് കളയുകയാണ് ചെയ്തത്. സോ എനർജി എഫിഷ്യൻസി സാധ്യമാകുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സാധ്യത നോക്കിക്കേ, ഇംപ്രൂവ്ഡ് ക്വാളിറ്റി. തീർച്ചയായിട്ടും ക്വാളിറ്റി ഇംപ്രൂവ് ആകും. എങ്ങനെയാണ്? The separation of buttermilk helps to reduce the acidity of the final product. അപ്പോൾ ഈ ലോവർ പോർഷനിലുള്ള ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ സെറം ലെയർ മോയ്സ്ചർ കണ്ടന്റുള്ള ലെയറിനകത്ത് എന്ത് കൂടുതലുണ്ട്? അസിഡിറ്റി കൂടുതലുണ്ട്. അപ്പൊ അതിനെ റിമൂവ് ചെയ്യുന്നത് വഴി എന്താണ്? അസിഡിറ്റി റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു ആൻഡ് റിസൾട്ട്സ് ഇൻ ദ ഗീ വിത്ത് എ ലോങ്ങർ ഷെൽഫ് ലൈഫ് ആൻഡ് ബെറ്റർ ഫ്ലേവർ. അപ്പൊ അതുവഴി ലോങ്ങർ ഷെൽഫ് ലൈഫും ബെറ്റർ ഫ്ലേവറും ലഭിക്കുന്നു. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു ലോവർ അസിഡിറ്റിനെ ലോവർ ചെയ്യാൻ സഹായിക്കുന്നു, അതുപോലെ ബെറ്റർ ഷെൽഫ് ലൈഫ് കൊടുക്കുന്നു. അപ്പം അതും എന്താണ്? രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കാം. ഇനി മൂന്നാമത്തെ നോക്കിയേ, റെഡ്യൂസ് ഓഫ് ഫ്ലേവേഴ്സ്. അങ്ങനെയാണ് ഓഫ് ഫ്ലേവേഴ്സിനെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുക. ദ മെത്തേഡ് മിനിമൈസസ് ദ ഫോർമേഷൻ ഓഫ് അൺഡിസൈറബിൾ കോമ്പൗണ്ട്സ് ദാറ്റ് ക്യാൻ അഫക്ട് ദ ടേസ്റ്റ് ആൻഡ് ക്വാളിറ്റി ഓഫ് ഗീ. മോയ്സ്ചർ കണ്ടന്റ് ഇല്ല, മൈക്രോബിയൽ കണ്ടാമിനേഷൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ലിപ്പോളിസിസ്, പ്രോട്ടിയോളിസിസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടാണ് ഈ റാൻസിഡ് സ്മെല്ല് അങ്ങനെയൊക്കെ വരിക. അപ്പൊ ഇങ്ങനത്തെ സാധ്യതകളൊക്കെ ഒഴിവാക്കുകയും പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ വഴി ഓഫ് ഫ്ലേവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എനർജി എഫിഷ്യൻസി, ഇംപ്രൂവ്ഡ് ക്വാളിറ്റി, പിന്നെ എന്താണ് ലോങ്ങർ ഷെൽഫ് ലൈഫ്, ബെറ്റർ ഫ്ലേവർ, അതുപോലെ എന്താണ് അസിഡിറ്റിയെ റെഡ്യൂസ് ചെയ്യുന്നു, ഓഫ് ഫ്ലേവേഴ്സ് ഇല്ലാതെയാക്കുന്നു. അങ്ങനെ ടേസ്റ്റും ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. ഇതൊക്കെയാണ് പ്രീ സ്ട്രാറ്റിഫിക്കേഷന്റെ അഡ്വാൻറ്റേജസ്. അടുത്ത ചോദ്യം നോക്കിക്കേ, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ആഡിങ് സ്റ്റെബിലൈസേഴ്സ് ടു ഡയറി പ്രോഡക്ട്സ്? അപ്പൊ ഡയറി പ്രോഡക്റ്റുകളിലേക്ക് സ്റ്റെബിലൈസറുകൾ ആഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അപ്പൊ നമ്മുടെ FSSAI പ്രകാരം കുറച്ച് സ്റ്റെബിലൈസേഴ്സ് അലൗഡ് ആണ്. അതായത് ഇന്ന വസ്തുക്കൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് പ്രോഡക്റ്റിന്റെ സ്റ്റെബിലിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഇത് ആഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലൈക്ക് പെക്റ്റിൻ, കെരാജനിൻ ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ഈസ് ടു ഇൻക്രീസ് ദ ന്യൂട്രീഷണൽ വാല്യൂ. ന്യൂട്രീഷണൽ വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയാണോ നമ്മൾ സ്റ്റെബിലൈസേഴ്സ് കൊടുക്കുന്നത്? അല്ല. ടു ഇംപ്രൂവ് ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയാണോ സ്റ്റെബിലൈസേഴ്സ് കൊടുക്കുന്നത്? അതുമല്ല. ടു മെയിൻറ്റെയിൻ യൂണിഫോം കൺസിസ്റ്റൻസി ആൻഡ് പ്രിവെന്റ് സൈനർജെനസിസ്. ഓപ്ഷൻ ഡി എന്താണ്? ടു റെഡ്യൂസ് ദ ലാക്ടോസ് കണ്ടന്റ്. അതും തെറ്റാണ്. സോ എന്തിനു വേണ്ടിയിട്ടാണ്? യൂണിഫോം ആയിട്ടുള്ള കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും സൈനർജെസിസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് എന്ത് ആഡ് ചെയ്യുന്നത്? സ്റ്റെബിലൈസേഴ്സ് ആഡ് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റെബിലൈസേഴ്സ് എന്താണെന്ന് നോക്കാം. Stabilizers are
primarily used to control the water behavior in dairy products, preventing separation, ice crystal formation and texture degradation during the storage and processing. അപ്പോൾ സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഏതൊരു പ്രോഡക്റ്റും ആയിക്കോട്ടെ അതിനെ സ്റ്റേബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അതായത് അതിനകത്തുള്ള കമ്പോണൻസ് ഒക്കെ വെറുതെ ഇങ്ങനെ ഇരുന്ന് വരുമ്പോഴത്തേക്കും, അതായത് അല്ലെങ്കിൽ പ്രോസസ്സിങ്ങിന്റെ സ്റ്റേജിൽ സ്റ്റോറേജിന്റെ സമയത്തൊക്കെ സെപ്പറേറ്റഡ് ആയിട്ട് വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതിനിടയ്ക്ക് എല്ലാം ഒരു ഹോമോജിനൈസ്ഡ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് പോകണമല്ലേ. അല്ലാത്ത കേസിൽ എന്താണ് അവിടെ ഐസ് ക്രിസ്റ്റൽ ഫോർമേഷൻ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അതിന്റെ ടെക്സ്ചർ ഡീഗ്രേഡ് ആയി പോകും. എപ്പോ ഇതിന്റെ പ്രോസസ്സിങ്ങിന്റെയും സ്റ്റോറേജിന്റെയും ഒക്കെ സമയത്ത് അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്തുകൊണ്ട് വാട്ടർ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാനൊക്കെ സഹായിക്കുന്ന സംഭവങ്ങളാണ് എന്ത്, സ്റ്റെബിലൈസേഴ്സ് അല്ലെങ്കിൽ സ്റ്റെബിലൈസിങ് ഏജന്റ്സ് എന്ന് പറയുന്നത്. ദേ ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ, എന്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, വിസ്കോസിറ്റി, ക്രീമിനെസ് ആൻഡ് മൗത്ത് ഫീൽ, and also extends the shelf life by stabilizing emulsions and gels. അപ്പോൾ എമൽഷൻസിനെയും ജെല്ലുകളെയും ഒക്കെ സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട് ഷെൽഫ് ലൈഫിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് അതിന്റെ വിസ്കോസിറ്റി, ക്രീമിനെസ് അല്ലെങ്കിൽ മൗത്ത് ഫീൽ, അതിന്റെ ആ ഒരു ടേസ്റ്റ്, നമുക്ക് ആ ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ ഐസ്ക്രീം ആണെന്ന് തോന്നണം അല്ലേ, ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആൾക്കാരാണ് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റെബിലൈസേഴ്സ് ആർ യൂഷ്വലി പോളിസാക്രൈഡ്സ് ഓർ പ്രോട്ടീൻസ്. അപ്പൊ എന്താണ്, ജനറലി പോളിസാക്രൈഡുകൾ അല്ലെങ്കിൽ പ്രോട്ടീനുകളാണ് that interact with the water and milk protein to form gel networks. അപ്പോൾ ഒരു പ്രോഡക്റ്റിനകത്തെ വെള്ളവും അതിനകത്തെ മിൽക്ക് പ്രോട്ടീനുകളും ഒക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് ഒരു ജെൽ നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. എല്ലാത്തിനെയും ഒരു സ്റ്റേബിൾ കൺസിസ്റ്റൻസിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും, അതിനകത്തെ കമ്പോണൻസ് ഒന്നും സെപ്പറേറ്റ് ഔട്ട് ചെയ്ത് പോകാതെ, ഐസ് ക്രിസ്റ്റൽ ഫോർമേഷൻ ഒന്നും ഇല്ലാതെ, അതിന്റെ ടെക്സ്ചർ ഡീഗ്രഡേഷൻ ഒന്നും ഇല്ലാതെ നല്ല രീതിക്ക് അതിന്റെ വിസ്കോസിറ്റിയും ക്രീമിനെസ്സും മൗത്ത് ഫീലും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി സഹായിക്കുന്ന ആൾക്കാരാണ് സ്റ്റെബിലൈസേഴ്സ്. ഇനി സ്റ്റെബിലൈസേഴ്സിന് കുറച്ച് എക്സാമ്പിളുകൾ കൂടി പഠിച്ചു വെക്കുക. ഗോർഗം എന്ന് പറയുമ്പോൾ എന്താണ്, തിക്കനിങ് ആൻഡ് വാട്ടർ ബൈൻഡിങ് ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒരു പ്ലാന്റ് ബേസ്ഡ് സ്റ്റെബിലൈസർ ആണ്. പിന്നെ ലോക്കസ് ബീൻ ഗം, അതെന്ത് ചെയ്യുന്നു, ഇറ്റ് ഇംപ്രൂവ്സ് ദ വിസ്കോസിറ്റി ആൻഡ് ക്രീമിനെസ്. അപ്പം മിൽക്ക് പ്രോഡക്റ്റുകളുടെ വിസ്കോസിറ്റിയും ക്രീമിനെസ്സും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു സ്റ്റെബിലൈസർ ആണ് ലോക്കസ് ബീൻ ഗം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് കെരാജിനിൻ എന്ന് പറയുന്നത് നമ്മളുടെ ജെല്ലിനെയൊക്കെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും, എന്താണ്, യോഗട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പോകുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് സാന്തം ഗം എന്ന് പറയുമ്പോൾ ഇറ്റ് എൻഹാൻസസ് ദ ടെക്സ്ചർ ആൻഡ് ഫ്രീ തോ സ്റ്റെബിലിറ്റി. അതായത് പെട്ടെന്ന് ഒരു ഫ്രീസ് കണ്ടീഷനിൽ എടുത്തിട്ട് പെട്ടെന്ന് ഒരു റൂം ടെമ്പറേച്ചറിലേക്ക് അല്ലെങ്കിൽ ഹീറ്റിംഗ് കണ്ടീഷനിലേക്ക് മാറുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ വേരിയേഷൻസ് മൂലം ഉണ്ടാകുന്ന ആ ഒരു ഫ്രീസ് തോയിലുണ്ടാകുന്ന സ്റ്റെബിലിറ്റി ഇഷ്യൂസ് ഉണ്ടല്ലോ, പെട്ടെന്ന് തണുപ്പ് പെട്ടെന്ന് ചൂട്, ആ ഒരു സംഭവത്തിൽ ഉണ്ടാകുന്ന സ്റ്റെബിലിറ്റി ഇഷ്യൂസിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടും ടെക്സ്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും സാന്തം ഗം ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് ജെലാറ്റിൻ ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് ജെൽ സ്ട്രക്ചർ ആൻഡ് സ്മൂത്ത് മൗത്ത് ഫീൽ, അത് നമുക്കറിയാം അല്ലെ. പിന്നെ ആൽജിനേറ്റുകൾ, സോഡിയം ആൽജിനേറ്റ് മുതലായവ, ഇതെന്താണ്, ഇറ്റ് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ബ്രൗൺ സീവീഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തതാണ്. ഇതും എന്താണ്, തിക്കനിങ് ആൻഡ് ജെല്ലിങ് ഏജന്റ് ആയിട്ട് സ്റ്റെബിലൈസർ ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പേരുകളൊക്കെ ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായേക്ക, സ്റ്റെബിലൈസറുകളുടെ ഗുണവും മനസ്സിലുണ്ടാവുക. അടുത്തത് ഇനി നമ്മൾ കുറച്ച് ചീസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ മിൽക്ക് പ്രോഡക്ട്സിൽ നിന്ന് കൂടുതലായിട്ടും വന്ന് കണ്ടിട്ടുള്ളത് ഒന്ന് ഈ ഐസ്ക്രീം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ ഗീ, ബട്ടർ മുതലായിട്ടുള്ളവയുടെ ക്വസ്റ്റ്യൻസ്, പിന്നെ ഈ യോഗർട്ട്, മറ്റ് ഫെർമെന്റഡ് മിൽക്ക് പ്രോഡക്ട്സിന്റെ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ സ്റ്റാർട്ടർ കൾച്ചർ ആയിട്ട് ഉപയോഗിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഏതാണ്, അങ്ങനത്തെ ചോദ്യങ്ങൾ. പിന്നെ വന്നിട്ടുള്ള കൂടുതൽ ചോദ്യങ്ങളും എന്തിൽ നിന്നാണ്, ചീസിൽ നിന്നാണ്. അപ്പൊ ചീസ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല അല്ലെ, ചീസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ചീസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു 1-2 ക്ലാസ് വേണ്ടി വരും, കാരണം എങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരുപാട് കണ്ടന്റ് ഉള്ളൊരു സംഭവമാണ് ചീസ്. അപ്പൊ ചീസിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. സോ ദ ഐസ് ഇൻ Swiss type cheese are formed by the production of carbon dioxide by which of the following. അപ്പൊ സ്വിസ് ടൈപ്പ് ചീസ് എന്ന് പറയുമ്പോൾ, അയ്യോ ഞാൻ ഫിഗർ കൊടുക്കാൻ വിട്ടുപോയി, ഒന്നുമില്ല, നമ്മുടെ ടോം ആൻഡ് ജെറിയിലെ ജെറിക്ക് ഇഷ്ടമുള്ള ആ ചീസിലെ ഇടയ്ക്ക് ഇങ്ങനെ ഹോളൊക്കെ ഉള്ള ആ ഒരു തുളയുള്ള ആ ഒരു ചീസ്, ആ ചീസാണ് സ്വിസ് ചീസ്. അപ്പൊ ഈ സ്വിസ് ചീസിനകത്ത് ആ ഐസ്, അതായത് ആ ഒരു ഇങ്ങനെയാണെങ്കിൽ അതിന്റെ ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ആ ഒരു ഹോള് ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഹോള് സംഭവങ്ങൾ എന്താണ്,
ഐസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ആസ് ഐസ്. അതിന്റെ ആ ഒരു കണ്ണ് എന്നൊക്കെ പറയാം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഐസ് ഫോം ചെയ്യുന്നത്? അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് ആ ഭാഗത്ത് ഒരു തുള പോലെ അല്ലെങ്കിൽ ഒരു ഹോള് പോലെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് എന്ത് ഓർഗാനിസത്തിന്റെ ആക്ഷൻ കാരണമാണ് ഉണ്ടാവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഫുഡ് സേഫ്റ്റി ഓഫീസർ, ഡയറി ഫാം ഇൻസ്ട്രക്ടർ മുതലായിട്ടുള്ള എക്സാമുകൾക്ക് സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ ചീസിന്റെ കേസിൽ എന്തൊക്കെ പഠിക്കണമെന്ന് അറിയാമോ? ഇങ്ങനത്തെ മൈക്രോ ഓർഗാനിസംസ്, ചില മൈക്രോ ഓർഗാനിസംസ് ഏജിങ്ങിന്റെ ഒക്കെ സമയത്ത് ആക്ട് ചെയ്യുന്നുണ്ട്. ചിലത് നല്ലതിനാണ്, ചിലത് ദോഷത്തിനാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ മൈക്രോ ഓർഗാനിസത്തിന്റെ പേര് പഠിക്കണം. പിന്നെ അത് നമ്മൾ മാക്സിമം MCQs ഡിസ്കസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ എല്ലാ മൈക്രോ ഓർഗാനിസംസും പറഞ്ഞു പോകും. കാരണം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറോ അങ്ങനെ എന്തോ ഒരു ഫുഡ് റിലേറ്റഡ് എക്സാമിനേഷന് ഒരുപാട് മൊഡ്യൂൾ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കഷ്ടപ്പെട്ട് നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തു, കുട്ടികൾ അത്രയും ആത്മാർത്ഥമായിട്ട് പഠിച്ചു. പക്ഷേ ക്വസ്റ്റ്യൻസ് വന്നത് കൂടുതലും മൈക്രോ ഓർഗാനിസംസിന്റെ പേരുകളായിരുന്നു. അതായത് ചിലപ്പോൾ അരച്ച് കലക്കി പഠിച്ചിട്ട് പോയ കുട്ടികളായിരിക്കും, പക്ഷേ ഈ ചോദിച്ചത് മുഴുവൻ മൈക്രോ ഓർഗാനിസം റിലേറ്റഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ പേര് അല്ലെങ്കിൽ ഇന്ന കൾച്ചർ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം നല്ലോണം പഠിച്ച ആൾക്കാർക്ക് പോലും അത് ബുദ്ധിമുട്ടായി. അപ്പം നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ നമുക്ക് ആദ്യം തൊട്ടേ ഈ എങ്ങനെയൊക്കെ ചോദ്യം വരാമോ അത് റിലേറ്റഡ് ആയിട്ട് ഏതൊക്കെ രീതിയിലുള്ള മൈക്രോ ഓർഗാനിസംസോ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണോ അതെല്ലാം നമുക്ക് ഇപ്പോഴേ നോട്ട് ചെയ്ത് പോകാം. കാരണം ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇപ്പോഴേ നമ്മൾ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് A to Z കാര്യങ്ങൾ പഠിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാം വന്നാലോ അല്ലെങ്കിൽ ഹൈ ലെവൽ എക്സാം വന്നാലോ ഒക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ നമ്മൾ എടുത്തു പറയുന്ന കേസിലുള്ള മൈക്രോ ഓർഗാനിസംസിനെ ഒക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോവുക. ഒരു ടേബിൾ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ചാർട്ടായിട്ടോ വല്ലതും നിങ്ങളുടെ റൂമിൽ ഒട്ടിച്ച് വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡെയിലി ഇങ്ങനെ ജസ്റ്റ് 1-2 തവണയൊക്കെ വായിക്കുമ്പോഴേ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ആവും. അത് ഇപ്പോഴേ തുടങ്ങുകയാണെങ്കിൽ, അതായത് ഒരു സ്ലോലി ഇപ്പോഴേ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഇതൊക്കെ നമുക്ക് പഠിച്ചു പോകാൻ സാധിക്കും. ഓക്കെ, അപ്പോ നോക്കിക്കേ, ഓപ്ഷൻ എ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ, ഓപ്ഷൻ ബി പ്രൊപ്പിയോണി ബാക്ടീരിയം, ഫ്രൂഡൻറിച്ചി, അല്ലെങ്കിൽ ഓപ്ഷൻ സി എന്താണ് ആസ്പെർഗില്ലസ് മോൾഡ്, ആൻഡ് ഓപ്ഷൻ ഡി സ്ട്രെപ്റ്റോകോക്കസ് സ്പീഷീസ്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് പ്രൊപ്പിയോണി ബാക്ടീരിയം ഫ്രൂഡൻറിച്ചി ആണ്, അല്ലെങ്കിൽ പ്രൊപ്പിയോണി ബാക്ടീരിയം ഷർമാണി എന്നും ചോദിക്കാം. ഓക്കെ, പ്രൊപ്പിയോണി ബാക്ടീരിയം ഷർമാണി അങ്ങനെയും വരാം. അപ്പൊ പ്രൊപ്പിയോണി ബാക്ടീരിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കാരണമാണ് സ്വിസ് ചീസിന് ഐസ് ഉണ്ടാവുന്നത്. ഇത്രയും ഓർത്തിരിക്കുക, പ്രൊപ്പിയോണി ബാക്ടീരിയം ആണ്. ഓക്കെ, സോ ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കേ. പ്രൊപ്പിയോണി ബാക്ടീരിയം ഫെർമെന്റ്സ് ലാക്ടിക് ആസിഡ് ഇൻറ്റു പ്രൊപ്പിയോണിക് ആസിഡ്, അസറ്റിക് ആസിഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു വെച്ചാൽ, ചീസിൽ എന്തുണ്ട് അല്ലെങ്കിൽ പാലിൽ എന്തുണ്ട്? ലാക്ടിക് ആസിഡ് ഉണ്ട്. ഈ ലാക്ടിക് ആസിഡിനെ എന്താക്കി മാറ്റുന്നു? പ്രൊപ്പിയോണിക് ആസിഡ്. പ്രൊപ്പിയോണിക് ആസിഡ്, ഓക്കെ, പ്രൊപ്പിയോണി ബാക്ടീരിയം അല്ലേ, സോ പ്രൊപ്പിയോണിക് ആസിഡ് ആക്കി മാറ്റുന്നു. പിന്നെ എന്താക്കി മാറ്റുന്നുണ്ട്? അസറ്റിക് ആസിഡ് ആയിട്ട് മാറ്റുന്നുണ്ട്. അതോടൊപ്പം ഗ്യാസ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. എന്ത് ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. സോ ദിസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് builds up to form the characteristics eye. അതായത് ആ ഒരു ചീസിനകത്ത് ഹോള് പോലെയുള്ള ആ ഒരു ഐ ഫോർമേഷന് കാരണമാകുന്നത് പ്രൊപ്പിയോണി ബാക്ടീരിയം ഫ്രൂഡൻറിച്ചി അല്ലെങ്കിൽ പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാണി എന്ന് പറയുന്ന ബാക്ടീരിയൽ സ്പീഷീസുകളുടെ ആക്ഷൻ മൂലം ലാക്ടിക് ആസിഡ് എന്തൊക്കെയായിട്ട് മാറുന്നു? പ്രൊപ്പിയോണിക് ആസിഡ്, അസറ്റിക് ആസിഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. ഇതിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിന്റെ ഇൻവോൾവ്മെന്റ് കാരണമാണ് നമ്മളുടെ ചീസിനകത്ത് ചെറിയ ഹോളുകൾ ഉണ്ടാവുന്നത്. അതിനെ നമ്മൾ ഐസ് എന്ന് പറയുന്നു. സ്വിസ് ചീസിലെ ഐസ് എന്ന് പറയുന്നു. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കിയേ. വിച്ച് ഡിഫക്റ്റ് ഇൻ ഐസ്ക്രീം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ഗ്രിറ്റി ടെക്സ്ചർ കോസ്ഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് ലാർജ് ലാക്ടോസ് ക്രിസ്റ്റൽസ്. അപ്പോൾ വലിയ ലാക്ടോസ് ക്രിസ്റ്റൽസ് കാരണം ഉണ്ടാകുന്ന ഒരു ഗ്രിറ്റി ടെക്സ്ചറിനെ, ഒരു തരി പോലത്തെ ഫീലിനെ എന്ത് പറയുന്നു? ആ ഡിഫക്റ്റിന് നമ്മൾ എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബട്ടറി, ഓപ്ഷൻ ബി ക്രംബ്ലി, ഓപ്ഷൻ സി സാൻഡിനസ്, ഓപ്ഷൻ ഡി സോഗി.
അപ്പോൾ ഐസ്ക്രീം റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫക്റ്റുകളെ കുറിച്ച് കൂടി നിങ്ങൾ പഠിച്ചു പോവുക. ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിനകത്ത് ക്രംബ്ലി ടെസ്റ്റ് എന്തുകൊണ്ടാണ്, സോഗി ആയിട്ട് കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ സാൻഡിനെസ് എന്തുകൊണ്ടാണ്, റാൻസിഡ് ടേസ്റ്റ് എന്തുകൊണ്ടാണ്, ബിറ്ററി ടെസ്റ്റ് എന്തുകൊണ്ടാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു പോകാം. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള MCQs നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യാവേ, അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളുടെ എക്സാമുകൾക്കൊക്കെ ഇട്ട് തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഈസി ആകും എല്ലാം ഒന്ന് മനസ്സിലാക്കി വരാൻ. അപ്പോ നോക്കിക്കേ, ഈ ലാക്ടോസ് ക്രിസ്റ്റൽസ്, ലാർജ് ലാക്ടോസ് ക്രിസ്റ്റൽ ഫോർമേഷൻ കാരണം ഉണ്ടാകുന്ന ഗ്രിറ്റി ടെക്സ്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാൻഡിനെസ് എന്ന് പറയുന്ന ഡിഫക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് സാൻഡിനെസ്? സാൻഡിനെസ് ഐസ്ക്രീമിന്റെ ഡിഫക്റ്റ് ആണ് സാൻഡിനെസ്. സോ ദി സാൻഡിനെസ് ഓഫ് ഐസ്ക്രീം ഇസ് പ്രൈമർലി കോസ്ഡ് ബൈ ലാക്ടോസ് ക്രിസ്റ്റലൈസേഷൻ. എന്ത് മൂലമാണ്? ലാക്ടോസ് ക്രിസ്റ്റലൈസേഷൻ ആണ്. അപ്പോ ലാക്ടോസ് എന്താണ്? നമ്മളുടെ മിൽക്ക് ഷുഗർ അല്ലെങ്കിൽ പാലിനകത്ത് അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഷുഗർ ആണ് ലാക്ടോസ് എന്ന് പറയുന്നത്. ലാക്ടോസ് എന്ന് പറയുന്നത് അത്ര ഈസിലി സോളിബിൾ അല്ലാത്തൊരു വസ്തുവാണെന്ന് കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ലാക്ടോസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയേ. ലാക്ടോസ് എന്ന് പറയുന്നത് ഒരു ഡൈസാക്രിഡ് ആണ്. ഇത് എന്തൊക്കെ യൂണിറ്റുകൾ, മോണോസാക്രിഡുകൾ ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്? ഗ്ലൂക്കോസും ഗലാക്ടോസും. ഇതൊക്കെ ബേസിക്കലി നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഗ്ലൂക്കോസ്, ഗലാക്ടോസ് എന്ന് പറയുന്ന രണ്ട് മോണോസാക്രിഡുകൾ ചേർന്നുണ്ടായ ഡൈസാക്രിഡ് ആണ് ലാക്ടോസ്. പാലിനൊരു നേരിയ മധുരം നൽകുന്ന മിൽക്ക് ഷുഗർ എന്നറിയപ്പെടുന്ന വസ്തുവാണ് ലാക്ടോസ്. ലാക്ടോസ് പാലിന്റെ എന്ത് ഘടകമായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നതെന്ന് ചോദിക്കാം. ഫാറ്റിന്റെ കാറ്റഗറി ആണോ, SNFന്റെ കാറ്റഗറി ആണോ? SNF ആണ്. SNF എന്ന് പറയുമ്പോൾ സോളിഡ് നോൺ ഫാറ്റ്, അതായത് കൊഴുപ്പൊഴിച്ചുള്ള മറ്റ് ഖരപദാർത്ഥങ്ങളെയാണ്, അതായത് വെള്ളവും കൊഴുപ്പും ഒഴിച്ചുള്ള മറ്റ് സംഭവങ്ങൾ. ലാക്ടോസ്, പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ കേസിനുണ്ട്, വേയുണ്ട്, പിന്നെ എന്താണ് മിനറൽസ്, വൈറ്റമിൻസ്, ഇതൊക്കെ ചേർന്നതാണ് SNF എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോളിഡ് നോൺ ഫാറ്റ് എന്ന് പറയുന്നത്. ഈ SNFനകത്തെ ഒരു പ്രധാന ഘടകം കൂടിയാണ് ഈ മിൽക്ക് ഷുഗർ അഥവാ ലാക്ടോസ്. ലാക്ടോസ് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ ക്ലിയർ ആയല്ലോ. ഈ ലാക്ടോസ് അത്ര പെട്ടെന്ന് സോളിബിലൈസ് ആവത്തില്ല. അപ്പൊ ഈ ലാക്ടോസിന്റെ അളവ് കൂടുതലാണ് എങ്കിൽ അവിടെ എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്? ലാക്ടോസ് ക്രിസ്റ്റലൈസേഷനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പ്രോപ്പറായ രീതിയിൽ ഫ്രീസിങ്, തോയിങ് പരിപാടികളൊന്നും നടന്നില്ല, എന്തെങ്കിലും അതൊരു ഗ്രാജുവൽ സംഭവം അല്ലാതെ പെട്ടെന്ന് ഫ്രീസ് ആകുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെയും എന്താണ്? ലാക്ടോസ് ക്രിസ്റ്റൽ ഫോർമേഷനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ സംഭവം മനസ്സിലായില്ലേ? അപ്പൊ ഇത്ര ഓർത്താൽ മതി. ലാക്ടോസ് ക്രിസ്റ്റലൈസേഷൻ മൂലം ഉണ്ടാകുന്ന ഒരു ഐസ്ക്രീമിലെ ഡിഫക്റ്റ് ആണ് സാൻഡിനെസ്. അതൊരു ഗ്രിറ്റി ഫീൽ ആണ് തരുന്നത്. ഓക്കെ, സോ this occurs when the freezing process concentrates lactose, leading to the formation of crystals that become gritty when the ice cream melts. അപ്പോൾ ഐസ്ക്രീം മെൽറ്റ് ആകുമ്പോൾ നല്ല വായിൽ വെച്ചാൽ അലിഞ്ഞു പോകണം അല്ലേ? പക്ഷേ ഈ ലാക്ടോസ് ക്രിസ്റ്റൽസ് ഉണ്ടെങ്കിൽ അലിഞ്ഞു പോലെ ഒരു ഗ്രിറ്റി, ഒരു തരിതരിപ്പ് തോന്നിക്കും. കാരണം എന്താണ്? ഈ ഫ്രീസിങ് പ്രോസസ്സിന്റെ സമയത്ത് ലാക്ടോസ് കോൺസെൻട്രേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ക്രിസ്റ്റൽ രൂപത്തിലേക്ക് മാറുന്നു. അപ്പൊ ഐസ്ക്രീം വായിൽ വെക്കുമ്പോൾ അലിഞ്ഞു പോകാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും, ഒരു ഗ്രിറ്റി ഫീൽ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ സാൻഡിനെസ് എന്ന് പറയുന്നത്. അപ്പോ ഇതിനെ തടയാൻ വേണ്ടി എന്ത് ചെയ്യണം? To prevent sandiness, it is important to manage the lactose content in the mix. അപ്പൊ ഐസ്ക്രീം മിക്സിനകത്തുള്ള ലാക്ടോസ് കണ്ടന്റിനെ കൃത്യമായി ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ to reduce the use of high lactose dairy ingredients. അപ്പൊ ഹൈ ലാക്ടോസ് കണ്ടന്റ് ഉള്ള ഡയറി ഇൻഗ്രീഡിയൻസിനെ മാറ്റിയിട്ട് കൃത്യമായ രീതിയിൽ അത് മാനേജബിൾ ആയിട്ടുള്ള അളവിൽ മാത്രം ലാക്ടോസ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ എന്താണ്? പ്രോപ്പർ ആയിട്ടുള്ള ഫ്രീസിങ് കണ്ടീഷൻസ് എൻഷുർ ചെയ്യാൻ ശ്രമിക്കുക. പെട്ടെന്ന് റാപ്പിഡ് ആയിട്ടുള്ള ഫ്രീസിങ്ങോ റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഹൈ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുപോകുന്നതോ പ്രിവെന്റ് ചെയ്തുകൊണ്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫ്രീസിങ് പ്രോസസ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് സാൻഡിനെസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്. ഡിഫക്ട്സ് ഓഫ് ഐസ്ക്രീം പഠിച്ചു പോകണം കേട്ടോ, ഇതിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത ചോദ്യം, ഡ്യൂറിങ് ദ റൈപ്പനിങ് ഓഫ് ബ്ലൂ ചീസ് which mold species is responsible for blue-green veining and characteristic piquant flavor? അപ്പോ ഒരു പിക്വന്റ് ഫ്ലേവർ അല്ലെങ്കിൽ ഒരു ടാങ്കി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഫ്ലേവർ, ആ ഒരു ഫ്ലേവറും ബ്ലൂ ഗ്രീൻ വെയിനിങ്ങും, അതായത് ചീസിനകത്ത് നമ്മളുടെ നീല ഞരമ്പുകൾ, കയ്യിലേക്ക് ഞരമ്പുകൾ കാണാൻ സാധിക്കില്ലേ, ഇതുപോലെ ഇങ്ങനെ നീല കളറിലോ അല്ലെങ്കിൽ ഒരു ഗ്രീനിഷ് ബ്ലൂ കളറിലോ ഒക്കെ ഇങ്ങനെ ഞരമ്പുകൾ പോലെ ഒരു ഇതിങ്ങനെ പോകുന്ന കാണാം ഏജ്ഡ് ആയിട്ടുള്ള ചീസിലൊക്കെ. അപ്പൊ അതിന് കാരണക്കാരനായ ആൾ ആരാണെന്നാണ് ചോദിക്കുന്നത്. ബ്ലൂ ചീസിന്റെ കേസിലാണ്. അപ്പൊ ആരാണ് ഇതിന് കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പെൻസിലിയം കെമംബർട്ടി,
ഓപ്ഷൻ ബി പെൻസിലിയം റോക്കിഫോർട്ടി, ഓപ്ഷൻ സി ജിയോട്രിക്കം കാൻഡിഡം, ഓപ്ഷൻ ഡി മ്യൂക്കർ മിഹ്യൂഹി. അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പെൻസിലിയം റോക്കിഫോർട്ടി ആണ്. അപ്പോ ബ്ലൂ ചീസ് എന്ന് കേൾക്കുമ്പോഴേ ഓർക്കുക പെൻസിലിയം റോക്കിഫോർട്ടി. പെൻസിലിയം റോക്കിഫോർട്ടിയുടെ ആക്ഷൻ കാരണമാണ് ബ്ലൂ ചീസിൽ ഒരു ബ്ലൂയിഷ് ഗ്രീനിഷ് വെയിൻ സ്ട്രക്ചറുകൾ ഫോം ചെയ്യുന്നതും അതുപോലെ അതിനൊരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള പിക്വൻ ഫ്ലേവർ ഉണ്ടാവുന്നതും. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. സോ ഈ ഒരു ഫിഗറിൽ കണ്ടില്ലേ, ഇങ്ങനെ ചീസിൽ ചെറിയ ചെറിയ വരകൾ പോലെയൊക്കെ കാണാം. അതിന് കാരണക്കാരനായ ആളാണ്, ഇതാണ് നമ്മുടെ പെൻസിലിയം റോക്കിഫോർട്ടി. അത് നമ്മളൊരു മൈക്രോസ്കോപ്പിക് വ്യൂ വലുതായിട്ട് കാണിച്ചിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ പെൻസിലിയം റോക്കിഫോർട്ടി. പെൻസിലിയം റോക്കിഫോർട്ടി. അപ്പൊ പെൻസിലിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാപ്രോഫിറ്റിക് ആയിട്ടുള്ള ഫംജൈ ആണ്. ഓക്കെ, ഇറ്റ് ഇസ് സാപ്രോഫൈറ്റിക് ഫംഗസ് that feeds on dead and decayed organic matter, and humans have cultivated specific strains for centuries to ripen cheese. അപ്പൊ ആക്ച്വലി ഈ പെൻസിലിയം റോക്കിഫോർട്ടി എന്ന് പറയുന്ന ഒരു സാപ്രോഫിറ്റിക് ആയിട്ടുള്ള, അതായത് ഡെഡ് ആൻഡ് ഡീക്കേഡ് മാറ്ററിൽ ഗ്രോ ചെയ്യുന്ന ഒരു സാപ്രോഫിറ്റിക് ആയിട്ടുള്ള ഫംഗസ് ആണ്. പക്ഷേ ഇതിന് കുറച്ച് ഗുണങ്ങളുണ്ട്. ചീസിന്റെ ഏജിങ്ങിനൊക്കെ സഹായിക്കാനുള്ള, അല്ലെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ ഫ്ലേവർ കൊടുക്കാനൊക്കെയുള്ള കപ്പാസിറ്റി ഉണ്ട് ചില സ്ട്രെയിൻസിന്, പെൻസിലിയത്തിന്റെ ചെറിയ സ്ട്രെയിൻസിന്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫുഡിന് ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റുന്ന പാത്തജനിക് അല്ലാത്ത പെൻസിലിയത്തിന്റെ സ്ട്രെയിനുകളെ ഹ്യൂമൻ ബീയിങ്സ് നമ്മളുടെ റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ അതിനെ കൾച്ചർ ചെയ്ത് എന്താണ് ഇങ്ങനെ ചീസ് റൈപ്പനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോ ദ ബ്ലൂ ചീസ് പ്രൊഡക്ഷൻ, ദ മോൾഡ് ഈസ് ഇന്റൻഷനലി ഇൻട്രൊഡ്യൂസ്ഡ് ടു ക്രിയേറ്റ് ബ്ലൂ ഗ്രീൻ വെയിൻസ്. അപ്പൊ ചീസിലേക്ക് ഇന്റൻഷനലി ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ മനഃപൂർവ്വമാണ് ഇതിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏത് സമയത്ത്? ആ ഒരു ചീസിന്റെ റൈപ്പനിങ് സമയത്ത്. അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ എന്താണ്, ഒരു ഷാർപ്പ് ആയിട്ടുള്ള, ഒരു ടാങ്കി ആയിട്ടുള്ള, പെക്യുവന്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഉണ്ടാകുന്നു. ക്യാരക്ടറിസ്റ്റിക് ഫ്ലേവർ. പല ചീസിനും പല ഫ്ലേവറാണ്. ചീസ് പല ടൈപ്പ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചീസ് ഉണ്ട്. അതിന് ഓരോന്നിനും ഓരോ ഫ്ലേവർ ആയിരിക്കും, ഓരോ റൈപ്പനിങ് ടൈം ആയിരിക്കും, ഏജിങ് ആയിരിക്കും, അതിനകത്ത് ഉപയോഗിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് വേറെ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അതിന്റെ കളറ്, അതിന്റെ ഫ്ലേവറും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫ്ലേവർ, ഇപ്പൊ ബ്ലൂ ചീസിന് അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫ്ലേവറും ആ ഒരു ബ്ലൂയിഷ് ഗ്രീൻ വെയിൻസും ഒക്കെ ഉണ്ടാവാൻ കാരണം പെൻസിലിയം റോക്കിഫോർട്ടി ആണ്. ഇതിന് നമ്മൾ ഇന്റൻഷനലി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതാണ് ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. ആൻഡ് this mold grows in airless carbon dioxide rich cracks and holes inside the cheese where it thrives even at low oxygen levels and cold temperatures, making it perfectly suitable for cheese aging. അപ്പോ ഇവര് ഗ്രോ ചെയ്യുന്നത് അനേറോബിക് കണ്ടീഷനിലാണെന്ന് ഓർക്കുക. ഓക്സിജന്റെ അസാന്നിധ്യത്തിലാണ് ഇവർ നന്നായി ഗ്രോ ചെയ്യുന്നത്. അപ്പോ അവിടെ എന്തുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ക്രാക്കുകളുണ്ട് നമ്മുടെ ചീസിൽ. അവിടെ കയറി ഇവന്മാര് വളർന്നിട്ടാണ് ഇവരൊരു ബ്ലൂയിഷ് ഗ്രീൻ കളറിലുള്ള വെയിനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ലോ ഓക്സിജൻ ലെവലിലും അതുപോലെ വളരെ കോൾഡ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലും ഒക്കെ സർവൈവ് ചെയ്യാനും അങ്ങനെ ബ്ലൂ ഗ്രീൻ വെയിനുകൾ രൂപീകരിക്കാനും ആ ഒരു ചീസിന്റെ റൈപ്പനിങ്ങിന് സഹായിക്കാനും ആർക്ക് സാധിക്കുന്നുണ്ട്? പെൻസിലിയം റോക്കിഫോർട്ടിക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ പെൻസിലിയം റോക്കിഫോർട്ടി എന്ന് പറയുമ്പോഴേ മനസ്സിലേക്ക് വരിക ബ്ലൂ ചീസിന്റെ ബ്ലൂ വെയിൻസിന് കാരണമാകുന്ന ആളാണ് പെൻസിലിയം റോക്കിഫോർട്ടി. അതുപോലെ അതിനൊരു പിക്വൻ ഫ്ലേവറും നൽകാൻ ഇതിന് സാധിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം നോക്കിക്കേ. Why is Geotrichum candidum often included in cheese surface cultures? അപ്പൊ ചീസ് സർഫസ് കൾച്ചേഴ്സിൽ എന്തിനു വേണ്ടിയാണ് ജിയോട്രിക്കം കാൻഡിഡം എന്ന് പറയുന്ന സ്പീഷീസിനെ ആഡ് ചെയ്യുന്നത്? ഞാനിങ്ങനെ റിവിഷൻ ക്ലാസ്സുകളിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ MCQ ഡിസ്കഷനുകളിലും ഒക്കെ എടുത്തു പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ടല്ലോ, അവരെ കുറിച്ചുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ, ചിലപ്പം ഇപ്പം ജിയോട്രിക്കത്തിന്റെ കാര്യമല്ല, ചില ബാക്ടീരിയയുടെ ഒക്കെ കേസ് പറയും. ഇപ്പം സ്ട്രെപ്റ്റോകോക്കസ്, സാൽമോണല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വെച്ചോ. അപ്പൊ അവര് ഗ്രാം പോസിറ്റീവ് ആണോ, ഗ്രാം നെഗറ്റീവ് ആണോ, എറോബിക് ആണോ, അനേറോബിക് ആണോ, അല്ലെങ്കിൽ ഇപ്പൊ ചില സ്പീഷീസ് ആണെങ്കിൽ ചിലത് തെർമോഫിലിക് ആയിരിക്കും, അല്ലെങ്കിൽ ഹാലോഫിലിക് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയും. അല്ലെങ്കിൽ ഇന്നത് റൈപ്പനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന ഓർഗാനിസം കാരണം ഇന്ന ഡിഫക്റ്റ് ഉണ്ടാകുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകും. അപ്പൊ എടുത്തു പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ടല്ലോ, ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് കാര്യങ്ങളും ഓർത്തിരിക്കുക. കാരണം ഒന്ന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം വന്നാൽ പേര് മാത്രം അറിഞ്ഞാൽ പോരാ, അവരുടെ ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ അവരുടെ റോൾ എന്താണ്, അവരെന്ത് ഡിഫക്റ്റ് കോസ് ചെയ്യുന്നു,
എന്ത് ടൈപ്പിലുള്ള ഫ്ലേവർ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ, അത് ഏത് ഘട്ടത്തിലാണ് ഉപയോഗിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാലേ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളെ ഫേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊക്കെ മൈക്രോ ഓർഗാനിസംസിന് ഞാൻ ഏതൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ അവരെ കൃത്യമായി ഓർത്തിരുന്ന് പഠിക്കുക. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ സമയമുണ്ട്. സോ നമുക്ക് ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്, പ്രോസസ്സുകളൊക്കെ, അല്ലെങ്കിൽ ഡിഫക്റ്റുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു പോകാം. ഓക്കെ. സോ ജിയോട്രിക്കം കാൻഡിഡം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇറ്റ് പ്രൊഡ്യൂസസ് ടോക്സിക് കോമ്പൗണ്ട്സ് ആണോ? അല്ല. ഇറ്റ് ഹെൽപ്സ് ടു ന്യൂട്രലൈസ് ദ സർഫസ് pH, ഫെസിലിറ്റേറ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ബ്രിവിബാക്ടീരിയം. ഓപ്ഷൻ സി വരുന്നത് ഇറ്റ് ഈസ് എ പ്രൈമറി ലാക്ടിക് ആസിഡ് പ്രൊഡ്യൂസർ. അല്ല. ഇറ്റ് പ്രിവെന്റ്സ് ഓൾ മോയ്സ്ചർ ലോസ്. അതും തെറ്റാണ്. സോ ദ കറക്റ്റ് ആൻസർ വരുന്നത് ജിയോട്രിക്കം കാൻഡിഡം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇറ്റ് ഹെൽപ്സ് ടു ന്യൂട്രലൈസ് സർഫസ് pH. നമ്മൾ പറഞ്ഞു ചീസ് സർഫസ് കൾച്ചറുകളിലേക്കാണ് നമ്മൾ ജിയോട്രിക്കം കാൻഡിഡത്തിനെ ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ നമ്മളുടെ ചീസിന്റെ സർഫസ് pHനെ ന്യൂട്രലൈസ് ചെയ്യാനും അതുവഴി ബ്രിവി ബാക്ടീരിയത്തിന്റെ കൾച്ചറിനെ, ഗ്രോത്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനും ഒക്കെ ആര് സഹായിക്കുന്നുണ്ട്? ജിയോട്രിക്കം കാൻഡിഡം സഹായിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ജിയോട്രിക്കം കാൻഡിഡത്തിനെ ഒന്ന് പരിചയപ്പെടാം. നമ്മൾ ജിയോട്രിക്കം കാൻഡിഡം എന്ന് പറയുമ്പോൾ കേട്ട് പരിചിതമല്ല, എന്നാൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു സംഭവം പറയാം. ഡയറി മോൾഡ്. ഡയറി മോൾഡ് എന്നറിയപ്പെടുന്നത് ഏത് മൈക്രോ ഓർഗാനിസം ആണ് എന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ ഇറ്റ് ഈസ് എ ജിയോട്രിക്കം കാൻഡിഡം. ജിയോട്രിക്കം കാൻഡിഡത്തിനെയാണ് നമ്മൾ ഡയറി മോൾഡ് എന്ന് വിളിക്കുന്നത്. സോ ഡയറി മോൾഡ് എന്ന് വിളിക്കുന്നത് ജിയോട്രിക്കം കാൻഡിഡത്തിനെയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഫ്രീക്വന്റ്ലി ഇൻവോൾവ് ഇൻ ചീസ് സർഫസ് കൾച്ചേഴ്സ് ഫോർ ക്രിട്ടിക്കൽ ബയോകെമിക്കൽ റീസൺ. എന്താണ്? ഇറ്റ് ആക്ട് ആസ് എ pH ന്യൂട്രലൈസിങ് ഏജന്റ്. സോ ജിയോട്രിക്കം കാൻഡിഡം ആക്ട് ആസ് എ pH ന്യൂട്രലൈസർ. ഓക്കെ, pH ന്യൂട്രലൈസിങ് ഏജന്റ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഓവർ ആയിട്ടുള്ള അസിഡിറ്റിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്തുകൊണ്ട് ആ ഒരു ചീസിന്റെ സർഫസിലുള്ള pHനെ ന്യൂട്രലൈസ്ഡ് ആക്കി വെക്കാൻ, അല്ലെങ്കിൽ അസിഡിറ്റിയെ കുറച്ച് ഏകദേശം ഒരു ന്യൂട്രൽ റേഞ്ചിലേക്ക് കൊണ്ടുപോകാനൊക്കെ സഹായിക്കുന്ന ഡയറി മോൾഡ് ആണ് ജിയോട്രിക്കം കാൻഡിഡം. ഇനി ജിയോട്രിക്കം കാൻഡിഡത്തിന്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് എന്ത് ചെയ്യും? റിൻഡ് ഫോർമേഷൻ. അതായത് ഇതാണ് ജിയോട്രിക്കത്തിന്റെ ഗ്രോത്ത് ഉള്ള ഒരു ചീസാന്ന് വെച്ചോ. അപ്പൊ ഇതിന്റെ പുറമത്തെ ഭാഗത്ത് കണ്ടോ ഇങ്ങനെ ഒരു ബ്രെയിൻ ലൈക്ക് റിങ്കിൾഡ് ക്രസ്റ്റ് ആണ് ഇതിന്. അതായത് അതിന്റെ പുറം ഭാഗത്ത് ഇങ്ങനെ ചൊറി പിടിച്ചതുപോലെ ഇരിക്കും. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പൊ എന്താണ് ഇങ്ങനെ റിങ്കിൾസ് ഉണ്ടാവും, ഇങ്ങനെ ചുളിവ് വീണത് പോലെ. അതിന്റെ പുറത്ത് കാണാൻ അത്ര ലുക്കൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അങ്ങനത്തെ ഒരു സംഭവമായിട്ട് ഇരിക്കും. അപ്പൊ അത് എന്ത് കാരണമാണ്? റിൻഡ് ഫോർമേഷൻ കാരണമാണ്. ഔട്ടർ ക്രസ്റ്റില് ഒരു റിൻഡ് ഫോർമേഷൻ, ഒരു ബ്രെയിൻ, നമ്മുടെ ബ്രെയിൻ ഇങ്ങനെയല്ലേ ചുളിഞ്ഞല്ലേ ഇരിക്കുന്നത്. അപ്പൊ അതുപോലത്തെ ഒരു റിങ്കിൾഡ് ക്രസ്റ്റ് അല്ലെങ്കിൽ റിൻഡ് ഫോർമേഷൻ ആണ് ഇവർ ഉണ്ടാക്കിയെടുക്കുന്നത്. ആര്? ജിയോട്രിക്കം കാൻഡിഡം. അതുപോലെ തന്നെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? By metabolizing the lactic acid present in the surface of the cheese, Geotrichum candidum effectively raises the surface pH. അപ്പോൾ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ഉണ്ടല്ലേ, അല്ലെങ്കിൽ ലാക്ടിക് ആസിഡ് ഫോർമേഷനെ മെറ്റബോളൈസ് ചെയ്ത്, ലാക്ടിക് ആസിഡ് മെറ്റബോളൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ആ ആസിഡിറ്റിയെ കുറച്ച് ഏകദേശം ന്യൂട്രൽ ലെവലിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ pHയിലേക്ക് എത്തിക്കാൻ കൂടെ സഹായിക്കുന്നു ആര്? നമ്മളുടെ ഡയറി മോൾഡ് എന്നറിയപ്പെടുന്ന ജിയോട്രിക്കം കാൻഡിഡം. ആൻഡ് ദിസ് ഇൻക്രീസസ് ദ pH, creating a more favorable environment that it facilitates the growth of acid sensitive bacteria. അങ്ങനെ അതിന്റെ സർഫസിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു റിൻഡിൽ, അതിന്റെ ഒരു സർഫസിൽ എന്താണ് കുറച്ചും കൂടി ഒരു ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ എത്തുകയാണ്, ന്യൂട്രൽ pHയിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ ആസിഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയയ്ക്ക് കൂടി ഗ്രോ ചെയ്യാനുള്ള ഒരു സാധ്യത ഒരുക്കി കൊടുക്കുകയാണ് ജിയോട്രിക്കം കാൻഡിഡം ചെയ്യുന്നത്. സോ ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ ഗ്രോത്ത് ഓഫ് acid sensitive bacteria such as Brevibacterium linens. Brevibacterium linens ന്റെ ഗ്രോത്തിന് സഹായിക്കുന്നു, which can essentially for the development of characteristic flavors and colors in various cheese variants. അപ്പൊ പല ചീസ് വേരിയന്റുകളിലും അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫ്ലേവറും കളറും ഒക്കെ നൽകാൻ സഹായിക്കുന്ന ചില ആസിഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയകൾ, ഉദാഹരണത്തിന് ബ്രെവിബാക്ടീരിയം ലിനൻസ് പോലെയുള്ള ബാക്ടീരിയകൾ, അവർ ആണ് ആ പർട്ടിക്കുലർ ചീസ് വെറൈറ്റിക്ക് അതിന്റെ ഫ്ലേവറും
ടേസ്റ്റും സ്മെല്ലും ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ അസിഡിക് കണ്ടീഷനിൽ ചിലപ്പോൾ ഗ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരുടെ ജീവിതം കുറച്ചും കൂടെ എളുപ്പമാക്കി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവർക്കൊരു ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ജിയോട്രിക്കം കാൻഡിഡം ആണ്. കാരണം ജിയോട്രിക്കം കാൻഡിഡം ആ ഒരു ലാക്ടിക് ആസിഡിന്റെ ആസിഡിസിറ്റി ഒക്കെ കുറച്ചുകൊണ്ട് ഏകദേശം ഒരു ന്യൂട്രൽ ലെവലിലേക്ക് സർഫസ് പി എച്ചിനെ ആക്കിയെടുക്കുന്നു. എന്നിട്ട് അവിടെ ആസിഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയകൾ വന്നിട്ട് അവർക്ക് ഈസിലി എന്താണ് അവ ഗ്രോ ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ ചീസിന് അതിന്റെ സ്വതസിദ്ധമായിട്ടുള്ള ഫ്ലേവറും അല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആസിഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയക്ക് അവിടെ ഗ്രോ ചെയ്ത് അവരുടെ ഉദ്ദേശ ലക്ഷ്യം സാധ്യമാക്കി എടുക്കാൻ സാധിക്കുന്നു. അപ്പൊ അതിന് സഹായിക്കുന്ന ആളാരാണ്? ജിയോട്രിക്കം കാൻഡിഡം. അപ്പൊ അത് റിൻഡ് ഫോം ചെയ്യുന്നു, ഒരു റിങ്കിൾഡ് ക്രസ്റ്റ് പോലെ ഇരിക്കുന്നു ഓർക്കുക. സർഫസ് പി എച്ചിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു ഓർക്കുക. ജിയോട്രിക്കം കാൻഡിഡം എന്ന് പറയുമ്പോൾ ഡയറി മോൾഡ് ആണെന്ന് കൂടെ ഓർത്തിരിക്കണേ. അടുത്ത നോക്കിയേ, the defect known as late blowing in semi hard cheese is typically caused by. അപ്പൊ സെമി ഹാർഡ് ചീസിലെ ഒരു ഡിഫക്റ്റ് ആണ് ലേറ്റ് ബ്ലോയിങ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ലേറ്റ് ബ്ലോയിങ് എന്ന് പറയുന്നത്. ഈ ലേറ്റ് ബ്ലോയിങ്ങിന് കാരണക്കാരനായ ആൾ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ, ഓപ്ഷൻ ബി ക്ലോസ്ട്രീഡിയം ടൈറോബ്യൂട്ടൈറിക്കം, ഓപ്ഷൻ സി സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, ഓപ്ഷൻ ഡി ബാസിലസ് സീരിയസ്. കറക്റ്റ് ആൻസർ വരുന്നത് ക്ലോസ്ട്രീഡിയം ടൈറോബ്യൂട്ടൈറിക്കം ആണ്. ക്ലോസ്ട്രീഡിയം ടൈറോബ്യൂട്ടൈറിക്കം ആണ് ലേറ്റ് ബ്ലോയിങ് എന്ന് പറയുന്ന ആ ഒരു ഡിഫക്റ്റിന് കാരണമാകുന്നത്. ക്ലോസ്ട്രീഡിയം ടൈറോബ്യൂട്ടൈറിക്കം അല്ലെങ്കിൽ മറ്റു ചില ക്ലോസ്ട്രീഡിയം സ്പീഷീസുകൾ, ക്ലോസ്ട്രീഡിയം ബ്യൂട്ടൈറിക്കം മുതലായിട്ടുള്ള ക്ലോസ്ട്രീഡിയം സ്ട്രെയിനുകൾ ആണ് ആക്ച്വലി ലേറ്റ് ബ്ലോയിങ്ങിന് കാരണമാകുന്നത്. അപ്പൊ ക്ലോസ്ട്രീഡിയം എന്ന് പറയുമ്പോൾ ക്ലോസ്ട്രീഡിയത്തിന്റെ ഒരു സ്പീഷീസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ബോട്ടുലിസം കോസ് ചെയ്യുന്ന ഒരു ഓർഗാനിസത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. ഇവര് എന്താണ് ക്യാൻഡ് ഫുഡിലൊക്കെ എന്താണ് അനേറോബിക് കണ്ടീഷനിൽ ഗ്രോ ചെയ്തുകൊണ്ട് ബോട്ടുലിസം എന്ന് പറയുന്ന രോഗമുണ്ടാക്കുന്ന ഓർഗാനിസമാണ്. അപ്പൊ എപ്പോഴും ഓർക്കുക, ക്ലോസ്ട്രീഡിയം എന്ന് പറയുമ്പോഴേ അനേറോബിക് ആണെന്ന് ഓർക്കുക. അനേറോബിക് ആണ്, ഓക്സിജന്റെ ആബ്സെൻസിലാണ് ഇവർ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നത്. അപ്പൊ ഇവര് സെമി ഹാർഡ് ചീസിൽ ഉണ്ടാക്കുന്ന ഡിഫക്റ്റിന്റെ പേരാണ് ലേറ്റ് ബ്ലോയിങ്. ഓക്കെ, അപ്പോ ലേറ്റ് ബ്ലോയിങ് എന്ന് പറഞ്ഞാൽ കാണാൻ ഇങ്ങനെ ഇരിക്കും. അതായത് ചീസിനകത്ത് ഉള്ളിൽ വലിയ തുളകൾ അല്ലെങ്കിൽ വലിയ ക്രാക്കുകൾ, അങ്ങനെ ഒരു ഭംഗിയില്ലാത്തൊരു വലിയ ലുക്കൊന്നും ഇല്ലാത്തൊരവസ്ഥ. അതായത് ചീസ് പുറമേന്ന് കാണാൻ നല്ലതായിരിക്കും, മുറിക്കുമ്പോൾ അതിനകത്ത് നിറയെ തുളയും കുഴിയും, നമ്മുടെ കേരളത്തിലെ റോഡുകൾ പോലത്തെ അവസ്ഥ. ഓക്കെ, അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ അതിനാണ് ലേറ്റ് ബ്ലോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ലേറ്റ് ബ്ലോയിങ് ഈസ് സെമി ഹാർഡ് ചീസസ് in primarily caused by Clostridium tyrobutyricum. അപ്പോൾ ക്ലോസ്ട്രീഡിയം ടൈറോബ്യൂട്ടൈറിക്കവും മറ്റു ചില ക്ലോസ്ട്രീഡിയം സ്ട്രെയിനുകളുമാണ് എന്ത് കോസ് ചെയ്യുന്നത്? ലേറ്റ് ബ്ലോയിങ് കോസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ഗ്യാസ് പ്രൊഡ്യൂസിങ് ബാക്ടീരിയം ദാറ്റ് ലീഡ്സ് ടു ക്രാക്സ്, സ്വെല്ലിംഗ് ആൻഡ് ഓഫ് ഫ്ലേവേഴ്സ് ഡ്യൂറിങ് ഏജിങ്. അപ്പൊ ചീസിന്റെ ഏജിങ്ങിന്റെ സമയത്ത് ചീസിന്റെ അകം ഭാഗത്ത് ഇതുപോലെയുള്ള വലിയ ക്രാക്കുകൾ, വലിയ സ്വെല്ലിങ്ങുകൾ, അതുപോലെ ഓഫ് ഫ്ലേവറുകൾ ഒക്കെ ഉണ്ടാക്കാവുന്ന ഒരു ഡിഫക്റ്റ് ആണ് ലേറ്റ് ബ്ലോയിങ് എന്ന് പറയുന്നത്. കോസ് ചെയ്യുന്നത് ആരാണ്? ക്ലോസ്ട്രീഡിയം ടൈറോബ്യൂട്ടൈറിക്കം. ഇനി ക്ലോസ്ട്രീഡിയം ടൈറോബ്യൂട്ടൈറിക്കത്തിനെ കുറിച്ച് 1-2 പോയിന്റുകൾ കൂടെ പഠിക്കാം. എന്താണ്? സ്പോർ ഫോമിംഗ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്, വിച്ച് ഈസ് ഫൗണ്ട് കോമൺലി ഇൻ സോയിൽ, സീലിയേജ് ഓർ കണ്ടാമിനേറ്റഡ് മിൽക്ക് ആൻഡ് ദേ ത്രൈവ് ഇൻ അനേറോബിക് ആണെന്ന് ഓർക്കുക. ഹൈ മോയ്സ്ചർ എൻവയോൺമെന്റിലാണ് സർവൈവ് ചെയ്യുന്നത്. ഇവരെന്ത് ചെയ്യും? ലാക്ടേറ്റിനെ അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ബ്യൂട്ടൈറിക് ആസിഡ് ആൻഡ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ എന്താണ്? ലാക്റ്റിക് ആസിഡിനെ എന്തൊക്കെയാക്കി മാറ്റുന്നു? ബ്യൂട്ടൈറിക്കം എന്ന പേരിൽ തന്നെ ഉണ്ടല്ലേ, അതുകൊണ്ട് എന്താണ്? ബ്യൂട്ടൈറിക് ആസിഡ് പ്ലസ് ഹൈഡ്രജൻ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഇത്രയും സംഭവമായിട്ട് റിലീസ് ചെയ്യുന്നു. ആൻഡ് ദിസ് ക്രിയേറ്റ്സ്, അപ്പൊ അതിനകത്ത് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. നേരത്തെ നമ്മൾ സ്വിസ് ചീസിന്റെ കേസിൽ ഐസിന്റെ കാര്യം പറഞ്ഞപ്പോഴും അവിടുത്തെ ഹോളിന്റെ കാര്യം ആരായിരുന്നു? പ്രൊപ്പിയോണി ബാക്ടീരിയം ഷർമാനിയുടെ ആക്ഷൻ കാരണം ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് പറഞ്ഞു. അതുപോലെ ഈ ബ്യൂട്ടൈറിക് ആസിഡ്, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? സിഗ്നിഫിക്കന്റ് ഗ്യാസ് പ്രൊഡക്ഷൻ കാരണം ചീസിന്റെ ഉള്ളിൽ ക്രാക്കുകൾ ഉണ്ടാവുന്നു. ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ സോൾട്ടഡ് ആൻഡ് പ്രസ്ഡ്, അതിനുള്ളിൽ ക്രാക്കുകൾ ഉണ്ടാവുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലേറ്റ് ബ്ലോയിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോ
ഐസ്ക്രീമിൻ്റെ ഡിഫക്റ്റുകൾ, ചീസിൻ്റെ ഡിഫക്റ്റുകൾ, അതുപോലെ റൈപ്പനിങ്ങിൻ്റെയും ഏജിങ്ങിൻ്റെയും ഒക്കെ സമയത്ത് ഇൻവോൾവ് ആകുന്ന ബാക്ടീരിയകൾ, അല്ലെങ്കിൽ സർഫസ് ആക്ടിങ് ബാക്ടീരിയകൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ പഠിച്ചു പോകണം കേട്ടോ. അപ്പോൾ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സിൽ നിന്ന് കൂടുതൽ ചോദ്യം വരുന്നത് ഐസ്ക്രീം, അതുപോലെ നമ്മളുടെ യോഗട്ട് മുതലായവയുടെയൊക്കെ സ്റ്റാർട്ടർ കൾച്ചറുകൾ, നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ, പിന്നെ അതിനകത്ത് ചില ടേമുകൾ, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഗീയുടെ കേസിൽ പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ അങ്ങനത്തെ, അല്ലെങ്കിൽ റൈപ്പണിങ്, ഏജിങ്, അങ്ങനത്തെ കുറച്ച് ടേമുകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ചീസ്, പലതരത്തിലുള്ള ടൈപ്പ് ഓഫ് ചീസുകളുണ്ട്, അതിൻ്റെ ഫ്ലേവർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഇൻവോൾവ് ആയിട്ടുള്ള ബാക്ടീരിയകൾ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, പിന്നെ ഐസ്ക്രീമിൻ്റെയും ചീസിൻ്റെയും ഒക്കെ ഡിഫക്റ്റുകൾ, പിന്നെ ബട്ടറിൻ്റെ മറ്റേ എന്താണ് RM വാല്യൂ, പൊളൻസ്കി വാല്യൂ, ഇങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനിയും നമ്മൾ ഒരുപാട് MCQs ഡിസ്കസ് ചെയ്യും, റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ ഡിസ്കസ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പം എല്ലാവരും എന്താണ് കൃത്യമായിട്ട് നമ്മൾ ഇടുന്ന എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനും, അതുപോലെ ഇതുപോലത്തെ MCQ വീഡിയോസ് കൂടുതലായി കാണാനും, പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് കൃത്യമായി നിങ്ങളുടെ നോട്ട്ബുക്കിൽ മാർക്ക് ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.